ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റികളെയും ശത്രുദോഷത്തെയും ദൃഷ്ടിദോഷങ്ങളെയുമെല്ലാം ഇല്ലാതാക്കുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വെറും ഒരു സാധനം വെച്ച് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഏതൊരു വീട്ടിലെയും എല്ലാവിധ പ്രശ്നങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയും ശത്രുദോഷവും ദൃഷ്ടിദോഷവും തന്നെയാണ്. നമ്മൾ പോലും അറിയാതെ ഇതെല്ലാം നമ്മളെ പിന്തുടരുന്ന സമയത്ത് നമുക്ക് ഒന്നും തന്നെ അറിയില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഭാര്യാഭർത്തൃ കലഹം ഉണ്ടാകുന്നത്, കുടുംബത്തിലെ ആളുമാറി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, സാമ്പത്തികപരമായ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യങ്ങൾ എടുത്താലും അതിൽ നിന്നെല്ലാം പരാജയം മാത്രമാണ് തിരിച്ച് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഒരു സുഖമില്ല, വീട്ടിലെ ജോലികൾ ചെയ്യുവാൻ പോലും സാധിക്കുന്നില്ല, എപ്പോഴും കിടക്കണമെന്നൊരു തോന്നലാണ്. മാത്രമല്ല എല്ലാവരോടും ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാകും. ആ പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 കാര്യങ്ങൾ തന്നെയാണ്: നെഗറ്റിവിറ്റി, ദൃഷ്ടിദോഷം, ശത്രുദോഷം എന്നിവ. ഇത് ഇല്ലാതായെങ്കിൽ മാത്രമേ നമ്മുടെ വീടുകളിലുള്ള സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാകുകയുള്ളൂ. അതായത് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ മാത്രമേ പണ തടസ്സങ്ങൾ ഇല്ലാതെ പണവരവ് വർദ്ധിക്കുകയും പാഴ്ചിലവുകൾ കുറയുകയും ചെയ്യുകയുള്ളൂ. മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. തുടങ്ങി എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഈ ഒരു താന്ത്രികം ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന ദോഷങ്ങൾ ഇല്ലാതായാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായി നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നാണ് ഗ്രാമ്പൂ. ഗ്രാമ്പുവിന് പണത്തെ വശ്യം ചെയ്യുവാനുള്ള അതീതമായ ശക്തിയാണ് ഉള്ളത്. നമ്മൾ സാധാരണ വീടുകളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വാമി പടമോ അല്ലെങ്കിൽ സ്വാമിയുടെ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ഗ്രാമ്പു 27 എടുത്ത് മാലയായിട്ട് കെട്ടി മഹാലക്ഷ്മി ദേവിക്ക് അല്ലെങ്കിൽ നമ്മുടെ വെങ്കടാചലപതി ഭഗവാന് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ എല്ലാം ചാർത്തി പ്രാർത്ഥിച്ചു വരുന്നത് അതീത ഫലം തരുന്നതാണ്. ചിലർക്ക് പണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് പണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. എത്ര രൂപ വന്നാലും നിൽക്കുന്നില്ല. ഓരോ പ്രശ്നങ്ങൾ മുഖാന്തരം പണം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പണം ഇങ്ങോട്ടേക്ക് വരാനാണ് പ്രയാസം, പക്ഷെ ചിലവാകുവാൻ യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല. എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ എപ്പോഴും നമ്മുടെ വീട്ടിലെ സ്വാമി പടത്തിൽ ഗ്രാമ്പുവിൻ്റെയും ഏലക്കയുടെയും മാലകൾ ചാർത്തി വഴിപാട് ചെയ്തു വരേണ്ടതാണ്. വെള്ളിയാഴ്ച നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഇത് വളരെ നല്ല ഫലം തരുന്ന ഒന്നാണ്. മാത്രമല്ല പണവശ്യത്തിന് മാത്രമല്ല നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല താന്ത്രികങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഗ്രാമ്പൂ. നമ്മുടെ എല്ലാവരുടെ അടുക്കളയിലും സാധാരണ ഉപയോഗിക്കുന്ന ഒന്നായതിനാൽ തന്നെ ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇന്നാണോ കാണുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ, ഒരു മാസം കഴിഞ്ഞോ, 6 മാസം കഴിഞ്ഞോ, എപ്പോഴാണോ കാണുന്നത് ആ ദിവസം തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എളിയ പരിഹാര മാർഗം അതാണ് നമ്മൾ ഇവിടെ കാണുവാൻ പോകുന്നത്. നമ്മൾ ഒരു കൈപ്പിടി അളവിന് ഗ്രാമ്പു അല്ലെങ്കിൽ നിങ്ങൾ ഒരു എണ്ണം കണക്കിലെടുത്ത് ഗ്രാമ്പു എടുക്കുക. നമ്മുടെ വീട്ടിലെ മുറികൾ, പൂജാമുറി, അതുപോലെ തന്നെ പ്രധാന ഹാള്, ഇവയിലെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഗ്രാമ്പു വെക്കാനായിട്ട് പോകുന്നത്. ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നാൽ, ഒരു ചെറിയ കണ്ണാടി ബൗൾ എടുക്കുക. കണ്ണാടി ബൗളിൽ കുറച്ച് കല്ലുപ്പ് നിരത്തിയിടുക. കണ്ണാടി ബൗൾ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അടപ്പുള്ള കണ്ണാടി പാത്രം എടുത്താലും മതി. ഇനി അത് കിട്ടാത്ത പക്ഷം മാത്രം നമ്മൾ സെറാമിക്കോ അല്ലെങ്കിൽ സ്റ്റീലോ ഉപയോഗിക്കാം. ഒരിക്കലും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. ആദ്യം ഒരു ചെറിയ കണ്ണാടി ബൗളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പാത്രമോ എടുത്ത് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് നമുക്ക് അതിൽ നിരത്താം. അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പകുതിയിൽ നമുക്ക് കല്ലുപ്പ് നിരത്തി വെച്ച് അതിന് മുകളിൽ 5 ഗ്രാമ്പു വെച്ച് നമ്മുടെ വീട്ടിലെ ഹാളിൽ ആരും കാണാത്ത സ്ഥലത്ത് വെക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ, പല ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്. നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലേക്കും പോയി വരാറുണ്ട്. ഒരു
പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ സാധാരണ എല്ലാവരും പോകുന്നത് പോലെ വളരെ നീറ്റായിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ ആരോടും തന്നെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയുമില്ല. എങ്കിലും കാണുന്നവർക്ക് അറിയില്ല നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രയാണ് എന്നൊന്നും തന്നെ അവർക്കറിയില്ല. അവരുടെ കണ്ണിൽ എന്താണ്, നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ്. ഈ തോന്നൽ കാരണം പലർക്കും നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയിട്ട് വന്നാൽ എങ്ങനെയാണോ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരുന്നത് അതുപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടും, ഇടയ്ക്കിടെ നമുക്ക് കിടക്കണം എന്നുള്ളൊരു തോന്നൽ അനുഭവപ്പെടും, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഉറക്കക്കുറവുണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള നെഗറ്റിവിറ്റികൾ നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ചെറിയ വീടോ ഒരു വലിയ വീടോ ആണെങ്കിലും വളരെ വൃത്തിയോടുകൂടിയും അടുക്കും ചിട്ടയോടുകൂടിയും നമ്മളെല്ലാം ശരിയായ വണ്ണം ഒതുക്കി വെച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരാളുകൾ പുറത്തുനിന്ന് വരുന്ന ഒരാളുകളെ നമ്മൾ ആദ്യം സ്വീകരിച്ചിരിക്കുന്നത് പ്രധാന ഹാളിലാണ്. അവർ വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നും ഇവർക്ക് നല്ല സാമ്പത്തികമുണ്ട്, ഇവർ നല്ല രീതിയിലാണ് ജീവിച്ചു വരുന്നത് എന്നെല്ലാം അവരുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ദിവസങ്ങൾ തൊട്ട് ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ കലഹങ്ങളായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് കല്ലുപ്പും ഗ്രാമ്പുവും വെക്കാനായിട്ട് പറയുന്നത്. ഇത് ആരും കാണാതെ നമ്മുടെ സോഫയുടെ സൈഡിലോ അല്ലെങ്കിൽ വീട്ടിലെ പ്രധാന ഹാളിലെ ഏതെങ്കിലും ഒരു മുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേബിളിന് മുകളിലോ കുട്ടികൾ സ്ഥലത്ത് വെക്കാവുന്നതാണ്. മാസത്തിൽ ഒരു തവണ മാത്രം ഇതിനെ എടുത്ത് നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞ് വീണ്ടും പുതിയതുപോലെ വെക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമുകളിൽ, ഒരു വീട്ടിൽ എത്ര റൂമുകളുണ്ടോ അവിടെയെല്ലാം തന്നെ നമുക്ക് കട്ടിലിനടിയിൽ അല്ലെങ്കിൽ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ വെക്കേണ്ട ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയാണ്. നമ്മുടെ അടുക്കളയിൽ ഗ്യാസോ അല്ലെങ്കിൽ അടുപ്പോ വെച്ചിരിക്കുന്നതിൻ്റെ വലതുവശത്ത് കല്ലുപ്പിട്ട് വെക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കണം ഇതുപോലുള്ള കല്ലുപ്പും അതുപോലെ തന്നെ ഗ്രാമ്പുവും ചേർത്ത് വെക്കേണ്ടത്. എത്ര ഗ്രാമ്പു വെക്കണമെന്ന് കണക്കൊന്നുമില്ല. നമുക്ക് 7, അതുപോലെ തന്നെ 9, 11 ഇങ്ങനെ ഒറ്റ രീതിയിൽ വരുന്നത് പോലെ നല്ല രീതിയിലുള്ള ഗ്രാമ്പു എടുത്ത് വെക്കാവുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ക്യാഷ് ബോക്സിൽ നമുക്ക് അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു തരി പൊന്നാണെങ്കിലും അത് നിങ്ങൾ എവിടെയാണോ എടുത്തു വെക്കുന്നത് അവിടെയും നമുക്കിത് വെക്കാവുന്നതാണ്. ഇത് സ്വർണ്ണ ദോഷത്തെ ഇല്ലായ്മ ചെയ്യുകയും നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ പണയത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പരിഹാര മാർഗമാണ്. ഇതെല്ലാം ശരിയാണോ, ഇതെല്ലാം വിശ്വസിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. പല കാര്യങ്ങളും നമ്മുടെ കണ്ണിലറിയാതെ നമ്മളെ പിന്തുടരുന്ന പലതരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ആദികാലം മുതൽക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട പരിഹാര മാർഗമാണ് ഈ കല്ലുപ്പും അതുപോലെ തന്നെ ഗ്രാമ്പുവും കൊണ്ടുള്ള ഈ പരിഹാരങ്ങൾ. ചെയ്തു നോക്കുക, തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ടെങ്കിലും അവിടെയെല്ലാം നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ പൂജാമുറിയിൽ ഗ്രാമ്പു മാല ഭഗവാന് ചാർത്താവുന്നതാണ്. മാത്രമല്ല പണം സൂക്ഷിക്കുന്ന ഒരു പേഴ്സ് ആണെങ്കിൽ അതിൽ പച്ചക്കർപ്പൂരം, ഗ്രാമ്പു, ഏലയ്ക്ക, മാത്രമല്ല നമ്മൾ 1 രൂപ നാണയം ഇതൊരു കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം പണ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന അത്ഭുത പരിഹാര മാർഗങ്ങളാണ്. യാതൊരു പൂജയോ വ്രതമോ അതുപോലെ തന്നെ നമുക്ക് പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലവാലായ്മയാണ് എന്നൊന്നും നോക്കാതെ ചെയ്യുന്ന ഒരു അത്ഭുത താന്ത്രിക പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ പൗർണമി ദിവസമോ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതും ഫലം തരുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഏതൊരു ദിവസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആ ദിവസത്തിൽ ഈ ഒരു പരിഹാര മാർഗം ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്തു നോക്കുക, തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. മാസത്തിൽ ഒരു തവണ മാത്രം ഇത് മാറ്റിയാൽ മതിയാകുന്നതാണ്. മാത്രമല്ല ഇതുപോലുള്ള താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഒരിക്കലും നമ്മുടെ വീട്ടിലുള്ളവരല്ലാതെ മറ്റുള്ളവർ അറിയാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.